വെൽക്കം ടു LUTTUZ ചാനൽ. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉപയോഗിക്കുന്ന റിബൺ, സ്കൂളിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന അതേ റിബൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റ് ആണ്. പിന്നെ അതിന്റെ കൂടെ 2 ഈർക്കലിയും അതേപോലെ തന്നെ കത്രികയും കുറച്ച് ഫെവിക്കോളും ഉണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ഹോം ഡെക്കർ ഉണ്ടാക്കി എടുക്കാം. വളരെ സിമ്പിൾ ആണ് കേട്ടോ, കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്യാം. അപ്പൊ അതെങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റെഡ് റിബൺ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. വൈബ്രന്റ് കളേഴ്സ് ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പൂവൊക്കെ അളന്നെടുക്കുന്നത് പോലെ ആണെങ്കിൽ 3 മുഴമായിരിക്കും ഉണ്ടാവുക. അതല്ലെങ്കിൽ 110 സെന്റിമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം നമ്മളിതാ സെന്ററിലൂടെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാനാണ് പോകുന്നത്. ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ഒരു ഷാർപ്പായിട്ടുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെന്ററിൽ ഒരു ലൈൻ ഉണ്ടോ. ഇതിങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സെന്ററിൽ സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്താലും മതി. ടോപ്പ് ടു ബോട്ടം വരെ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ആ ലൈനിലൂടെ സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിൽ സെന്റർ വെറുതെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഈക്വൽ 2 പാർട്ടാണ് നമുക്ക് വേണ്ടത്, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഇത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഇതേപോലുള്ള 2 പീസസ് കിട്ടും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കോളൂ. ഒരു പീസ് എടുക്കാം. ഇതേപോലെ തന്നെയാണ് അടുത്ത പീസിലും ചെയ്യേണ്ടത്. മേലത്തേതാ ഇതേപോലെ നൂലുകൾ ഇങ്ങനെ എടുത്തു കൊടുക്കാം. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള നൂലുകളൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും ഓരോന്നായിട്ട്. അപ്പൊ നമുക്ക് 2 or 3 ആയിട്ട് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പേർത്തി എടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ ആ നൂലുകളും ഓരോന്നായിട്ട് എടുത്ത് മാറ്റണം. അപ്പൊ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഹോം ഡെക്കറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്രാഫ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ടിഷ്യൂ പേപ്പർ ഫ്ലവർ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ സോപ്പ് ബോക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു പെൻ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അയച്ചു തരുന്ന ട്രൈ പിക്സ് കാണുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. എന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും അത് ട്രൈ ചെയ്തിട്ട് അതിന്റെ ഹാപ്പിനെസ് നിങ്ങൾ അറിയുന്നുണ്ട് എന്ന് പറയും സന്തോഷം. അപ്പൊ നിങ്ങൾ അടുത്തും ഇതേപോലുള്ള പിക്ചേഴ്സ് എന്റെ ക്രാഫ്റ്റ് എല്ലാം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ട്രൈ പിക്സ് എനിക്ക് അയച്ചു തരാൻ മറക്കരുത്. എന്റെ മെയിൽ ID ഞാൻ താഴെ കൊടുക്കുന്നതാണ്. അപ്പൊ ദാ ഇതേപോലെയാണ് കിട്ടുക. നൂലുകളെല്ലാം നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ 2 പീസാണ് കിട്ടുക. നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈർക്കലുണ്ടല്ലോ, ഈർക്കലിന്റെ താഴ്ഭാഗത്ത് നമ്മൾ കുറച്ച് ഫെവിക്കോളോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് ഗ്ലൂ ആണോ ഉള്ളത് ആ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫെവിക്കോൾ ആണെങ്കിൽ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും കേട്ടോ. കുറച്ച് ഫെവിക്കോളിന്റെ ആവശ്യമുള്ളൂ. കുഞ്ഞി ബോട്ടിലാണെങ്കിലും യാതൊരു കുഴപ്പമില്ല. അതല്ല സാധാരണ സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിൽ സെല്ലോ ടേപ്പ് എങ്കിലും ചുറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഫെവിക്കോൾ ഇല്ലാന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട. ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അതിനുശേഷം മേലെ ഇങ്ങനെ ടേൺ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ എന്താ പറയാ, നമ്മുടെ ഈ ഈർക്കൽ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ കാണാൻ. ഇതേപോലെ ഫുൾ ചെയ്തെടുക്കണം. ലാസ്റ്റ് എൻഡ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ ഫെവിക്കോൾ ചെയ്ത് കൊടുത്ത പോലെ തന്നെ ചെയ്തിട്ട് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് എക്സ്ട്രാ ആയി തോന്നി, അപ്പൊ ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞു. അതല്ല നിങ്ങൾക്ക് കറക്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ വെക്കാം കേട്ടോ, യാതൊരു കുഴപ്പമില്ല. സെല്ലോ ടേപ്പ് ആണ് യൂസ് ചെയ്യുമെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ബ്യൂട്ടിഫുൾ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ 2 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. നമ്മുടെ ഈർക്കലിന്റെ വലുപ്പം അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ റിബൺ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതാ അടിപൊളിയായിട്ടില്ലേ കാണാൻ. ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്തെടുത്തതാണ് ബ്ലൂ കളറിലുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്ന് കോർണർ സ്റ്റാൻഡ് ആയിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ഹാളിൽ എവിടെയെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല അടിപൊളി ഒരു ക്രാഫ്റ്റ് ആയി. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ മടികൂടാതെ ഒരു ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഇതേപോലുള്ള വ്യത്യസ്ത വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. താങ്ക് യു.